ഗുഡ് മോർണിംഗ് അമൽ ജ്യോതി. ആം ബിപിൻ. നമ്മൾ ഇന്നിവിടെ എല്ലാവരും വന്നിരിക്കുന്നത് നമ്മുടെ നാസ സ്പേസ് ആപ്പ് ഹാക്കത്തോൺ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നാസ സ്പേസ് ആപ്പ് ഹാക്കത്തോൺ ഈ വർഷം ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അമൽ ജ്യോതി കോളേജിലാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ us all to do this thing on our college. Approximately 1700 and above plus പാർട്ടിസിപ്പൻസ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു നാസ സ്പേസ് ആപ്പ് ഹാക്കത്തോൺ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഫോർ us all. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ കോളേജിലുള്ള കുട്ടികൾക്ക് കൂടുതൽ പറഞ്ഞു തരാനും അതോടൊപ്പം തന്നെ നമ്മളെക്കുറിച്ച് കൂടുതൽ ഈ ഹാക്കത്തോണിനെ കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കാനും വേണ്ടി നമ്മുടെ ഏറ്റവും അടുത്ത നമ്മുടെ ഒരു സുഹൃത്തായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഈ നാസ സ്പേസ് ആപ്പ് ഹാക്കത്തോണിനെ കുറിച്ച് ബൂട്ട് ക്യാമ്പുകൾ പോവുകയും മറ്റു കുട്ടികൾക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമുക്ക് വേണ്ടി ഏറെ ഊർജ്ജം തരികയും ചെയ്ത നമ്മുടെ തോമസ് ആന്റണി സാർ is a senior robotic engineer on Unique World Robotics. So സാർ നമുക്ക് വേണ്ടി ഈ ഒരു ഹാക്കത്തോണിനെ കുറിച്ച് സംസാരിക്കാനും അതുപോലെ ഇതിൻ്റെ കുറച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സും മറ്റ് കാര്യങ്ങളും അതുപോലെ ഒരു ചെറിയ ഒരു വെബിനാർ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുകയാണ്. സോ വെൽക്കം സാർ. So thank you, Bipin. It was a nice introduction for me. So ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്ന എനിക്ക് കുറെ സന്തോഷമാണ്. Basically my name is Thomas Antony. I'm a senior robotics engineer from Unique World Robotics. So basically I'm from Tamil Nadu. പക്ഷേ നമ്മുടെ കുറെ ഓഡിയൻസ് ഇപ്പോൾ മലയാളീസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സെഷൻ മലയാളത്തിൽ തന്നെ പോവാം. കാരണം ഈ സെഷൻ റെക്കോർഡാണ്, നമുക്ക് ജസ്റ്റ് ഇത് റീലൈവും ചെയ്യാൻ പറ്റും. സോ ഓവർ ടു സെഷൻ. ഞാൻ ബേസിക്കലായിട്ട് ഈ നാസ സ്പേസ് ആപ്സ് എന്താണ്, ഇതിന്റെ ഹാക്കത്തോൺ എന്താണ്, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, സോ പിന്നെ ഇതിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്, ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ യൂസ് എന്താണ് പറയാൻ പോകുന്നത്, പിന്നെ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു ഈ 2 ദിവസങ്ങൾ നമ്മളിപ്പോൾ നോക്കുക. സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടു ഷെയർ മൈ സ്ക്രീൻ. സോ ബേസിക്കലി നാസയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നാസ ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. സോ ഇവർ ബേസിക്കലി നാസ ഒരു സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മാത്രം പറയാതെ അവർ കുറെ ടെക്നോളജിക്കൽ ആയിട്ട് കാര്യങ്ങൾ കുറെ അവർ ചെയ്യാറുണ്ട്. സോ അതിൽ നമുക്ക് കുറെ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ നാസയിൽ തന്നെ നമുക്ക് എത്ര റോക്കറ്റ്സ് പോയ കഥകളും കേട്ടിട്ടുണ്ടാവും. സോ പിന്നെ ഈ നാസ ഓരോ വർഷവും ഒരു ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യാറുണ്ട് സിൻസ് 2012. സോ അതാണ് നമ്മൾ നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഹാക്കത്തോൺ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ സ്കൂൾ തൊട്ട് ഈ ഹാക്കത്തോൺ കേട്ടിട്ടുണ്ടാവും, പക്ഷെ കുറെ ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല ഈ ഹാക്കത്തോൺ എന്താണ്. ബേസിക്കലി കുറെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഹാക്കത്തോൺ എന്ന് പറയുന്നത് ഒരു ഹാക്കിങ്ങും ഇല്ല കോഡിങ്ങും മാത്രമുള്ള കോമ്പറ്റീഷൻസ് പോലെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. സോ ഈ ഹാക്കത്തോണിന്റെ സ്കിനാരിയോ എന്താണെന്ന് വെച്ചാൽ, സോ ബേസിക്കലി ഗൂഗിൾ ഇതുപോലെ വലിയ കമ്പനീസ് ഒക്കെ ഹാക്കത്തോൺ കണ്ടക്ട് ചെയ്യാറുണ്ട്. ബേസിക്കലി അവർ ഒരു കോൺസെപ്റ്റ് എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കോഡിംഗ് ഹാക്കത്തോണോ ഇല്ല ഡിസൈൻ ഹാക്കത്തോൺ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ കോഡിംഗ് ഹാക്കത്തോൺ എടുത്തു കഴിഞ്ഞാൽ അവർ കോഡിംഗിൽ ഒരു ടാസ്ക് കൊടുക്കും, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ അത് കോഡിംഗ് ഹാക്കത്തോൺ ആണ്. അതുപോലെ ഡിസൈൻ ഹാക്കത്തോൺസ് ഉണ്ട്. നമുക്ക് കുറെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ സബ്മിറ്റ് ചെയ്യാം, അതിനെ വെച്ചിട്ട് അവർക്ക് ഒരു പ്രൈസ് കൊടുക്കാറുണ്ട്. സോ അത് ഡിസൈൻ ഹാക്കത്തോൺസ് ആണ്. പക്ഷെ ഈ ഹാക്കത്തോണെക്കാട്ടും ഈ നാസ സ്പേസ് ആപ്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫറെന്റ് ആണ് ഹാക്കത്തോൺ. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഇത് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കോഡിംഗ് പ്ലാറ്റ്ഫോം മാത്രം 5 ആൾക്കാർ മാത്രം ചെയ്യാൻ പറ്റൂന്നില്ല, പിന്നെ ഡിസൈനിങ് മാത്രം 5 ആൾക്കാർ മാത്രമേ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ തരപ്പെട്ട ആൾക്കാരും ഇതിൽ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടെക്നിക്കൽ ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, നോൺ ടെക്നിക്കൽ ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇതിൽ ഞാൻ കണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സോ ലാസ്റ്റ് ഇയർ ഇൻ വൺ ഓഫ് അവർ space apps channel, one of our hackathon, what we did was one second standard kid and his dad performed a drama. So അതും അവർക്ക് അവരെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം നോക്കാതെ പലതരപ്പെട്ട ആൾക്കാരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ സ്പേസ് ആപ്പ് ചാനലിന്റെ പ്രത്യേകത. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സിൻസ് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് കോഡിംഗ് ആൻഡ് ടെക്നിക്കൽ സ്റ്റഫ്, ഇറ്റ് ഗോസ് ഇൻ എ വൈഡ് റേഞ്ച്. സോ അതായത് ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ ആൾക്കാർ മാത്രമല്ലാതെ എല്ലാ തരപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ പാർട്ടിസിപ്പൻസ് കുറേ ഉണ്ട്. സോ ലോകത്തിലെ ഏറ്റവും വലിയ ഹാക്കത്തോണായിട്ട് നമ്മൾ കണ്ടറിയുന്നത് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് ആണ്. സോ ഈ വർഷം ഇത് October 5 and 6 ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് വിർച്വൽ ഇവന്റ്സും ഉണ്ട്, ഇൻ പേഴ്സൺ ഇവന്റ്സും ഉണ്ട്. സോ വിർച്വൽ പറയുന്നത് നമ്മുടെ ചാലഞ്ചസ് അവർ കൊടുത്തിട്ടുണ്ടാവും, അതിനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഇൻ പേഴ്സൺ, അതായത് ഒവ്വൊരു ലോക്കൽ ഇവന്റ് വെന്യൂസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് കണ്ടക്ട് ചെയ്യുന്നത് അമൽ ജ്യോതിയിലാണ്. സോ കാഞ്ഞിരപ്പള്ളി തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ അമൽ ജ്യോതിയിൽ കൂടിയിട്ട് ഇതുപോലെ സെയിം മൈൻഡുള്ള പീപ്പിളെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ലോകത്തിലുള്ള വലിയ ഹാക്കത്തോണാണ് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച്. സോ
ഓവർ വർഷം ഒരു തീം എടുത്തിട്ടാണ് ഈ സ്പേസ് ആപ്പ് ചാലഞ്ച് കണ്ടക്ട് ചെയ്യുന്നത്. ലൈക്ക് നമുക്കറിയാലോ, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ ഒരു എക്സിബിഷൻ പോകുമ്പോൾ ഫസ്റ്റ് ഒരു തീം കൊടുക്കും. അതുപോലെ ഈ വർഷം അവർ കൊടുത്തിരിക്കുന്നത് എക്സോ പ്ലാനറ്റ്സ് ആണ്. അതായത് എർത്തിനെ പോലെ കുറെ പ്ലാനറ്റ്സ് ഉണ്ട്. സോ അതാണ് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിക്കുന്നത്. സോ എർത്ത് ഇസ് എ സ്മാൾ ടോൺ വിത്ത് മെനി നെയ്ബർഹുഡ്സ് ഇൻ എ വെരി ബിഗ് യൂണിവേഴ്സ്. സോ നമ്മൾ ഈ എർത്തിന്റെ സൈസ് എന്താന്ന് വെച്ചാൽ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ വളരെ ചെറിയതാണ്. ലൈക്ക് കമ്പയർഡ് ടു ദ സൺ, എർത്ത് ഇസ് എ വെരി സ്മോൾ ഓബ്ജെക്ട്. And compared to the Milky Way galaxy, the solar system itself is a very small object. And compared to the entire universe, Milky Way galaxy വളരെ ചെറുതാണ്. സോ നമ്മൾ ഇത് എനിക്ക് മലയാളത്തിൽ എങ്ങനെ പറയാനില്ല. സോ ബട്ട് വി യൂസ് ടു സേ ഇൻ തമിഴ് ലൈക്ക് വി ആർ നോട്ട് ഈവൻ എ ഡസ്റ്റ് ഇൻ ദിസ് ഹോൾ യൂണിവേഴ്സ്. സോ നമ്മൾ അത്ര ചെറിയ ഒരു ഇതാണ്. ലൈക്ക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് മിൽക്കി വേ ഗാലക്സി നമ്മൾ ഒരു എറുമ്പിന്റെ സൈസ് പോലും ഇല്ല. സോ അതാണ് ഇവിടെ വരെ പറയാൻ പറയുന്നത്. സോ എർത്ത് ഇസ് ജസ്റ്റ് ലൈക്ക് എ ഡോട്ട് ഇൻ ദ ഹോൾ മിൽക്കി വേ യൂണിവേഴ്സ്. സോ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് നാസാവും ഇസ്രോവും ഇതുപോലെ പല സ്പേസ് ഏജൻസീസ് കുറെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. സോ ഈ നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. സോ ബേസിക്കലി ഇതിൽ നമുക്ക് എന്താ ഒരു ബെനിഫിറ്റ് എന്ന് ആദ്യം പറയാം. കാരണം നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഇത് എന്തിനാ ചെയ്യുന്ന അറിയണമല്ലേ. സോ ബേസിക്കലി ഇതിന്റെ രജിസ്ട്രേഷൻ കാസ്റ്റ് ഒന്നുമില്ല. സോ നിങ്ങൾക്കെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. സോ പിന്നെ നാസാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ കാരിയർ ഗ്രോത്ത് നോക്കി പോകേണ്ട ആൾക്കാർ ഇപ്പൊ എല്ലാവരും ലിങ്ക്ഡിനിലും ഉണ്ടാവും മിക്കവാറും ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലിങ്ക്ഡിനിൽ നമ്മൾ കുറെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. ലൈക്ക് കോഴ്സറാൾ പഠിച്ചതും ഇങ്ങനെ പോലെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പഠിച്ചതും പിന്നെ നമ്മുടെ അച്ചീവ്മെന്റ്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഒരു റെക്യൂട്ടർ അത് കണ്ടിട്ടാണ് നമ്മൾ ആദ്യം റെക്യൂട്ട് ചെയ്യുന്നത്. സോ നാസാന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നത് നമുക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആസ്ട്രോഫിസിക്സ് പഠിച്ച ആൾക്കാർക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ നാസയിലിருந்து അവർ എടുക്കേണ്ട ഡേറ്റാസ് ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആണ്. അവർ പുറത്ത് അങ്ങനെ വിടാറുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ട്. ഈവൻ ദാറ്റ് ഗോസ് ഫോർ ഇസ്രോ ഓൾസോ. സോ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ഓർഗനൈസേഷൻ വേർ യു ഡു സ്പേസ് റിസർച്ച് ആൻഡ് എവറിത്തിങ്. സോ റീസെന്റ് ആയിട്ട് ചന്ദ്രയാൻ, മംഗൾയാൻ പോലെ സാറ്റലൈറ്റ്സിന്റെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ചന്ദ്രയാനും മംഗൾയാനും വെച്ചിട്ട് അവർ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ചോദ്യം ഉണ്ടാവുമല്ലേ. സോ ബേസിക്കലി ദേ ഗോ ടു മൂൺ ഓർ ദ സർഫേസ് ഓഫ് മാർസ് ആൻഡ് ദേ എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ ഫ്രം ദാറ്റ് സർഫേസ്. സോ മാർസിൽ വെള്ളമുണ്ടോ, സോ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, വെജിറ്റേഷൻസ് എങ്ങനെയാണ്. സോ മേ ബി ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ ഫാക്ട് ആണ്. എലാൻ മസ്ക് ഒക്കെ ഇപ്പോൾ റോക്കറ്റ് റെഡി ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റീയൂസബിൾ റോക്കറ്റ്സ്. ബേസിക്കലി ഇപ്പോൾ വരെ നമ്മൾ ഉപയോഗിക്കേണ്ട റോക്കറ്റ്സ് ജസ്റ്റ് വൺ ടൈം യൂസ് ആണ്. വൺസ് നമ്മൾ ഇവിടെ നിന്ന് വിട്ട് കളഞ്ഞാൽ തിരിച്ച് വരത്തില്ല. പക്ഷേ സ്പേസ് എക്സിന്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ അത് വൺസ് പോയിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരും. സോ വി ക്യാൻ മേക്ക് എ ട്രാവൽ ടു മാർസ് റെഗുലർലി. സോ അപ്പൊ നമുക്ക് മാർസിൽ താമസിക്കാൻ പറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് എപ്പോഴും പോയിട്ട് വന്നുകൊണ്ടിരിക്കാം. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ മാർസിനെ പറ്റി ആദ്യം കൂടുതൽ അറിയണമല്ലോ. അവിടെ ഓക്സിജൻ ഉണ്ടോ, വാട്ടർ ഉണ്ടോ. അപ്പൊ ഇതിനെപ്പോലെ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഇത്തരം സ്പേസ് ഓർഗനൈസേഷനും ഉണ്ടാവുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ് നാസ. സോ നമ്മുടെ ഇസ്രോയും ഇങ്ങനെ കുറെ ചെയ്യാറുണ്ട്. സോ ഇതിന് സയന്റിസ്റ്റ് ഒക്കെ കുറെ ഡേറ്റ കളക്ട് ചെയ്തിട്ട്, ഐ മീൻ ഒരു നമ്മൾ ഇവിടെ ഒരു സാറ്റലൈറ്റ് സെൻഡ് ചെയ്യുക, അതിൽ കുറെ സെൻസേഴ്സ് ഉണ്ടാവും. സോ അതിന്റെ ഡേറ്റ എടുത്തിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ് മാർസിൽ ഇങ്ങനെ വെള്ളമുണ്ടോ ഓക്സിജൻ ഉണ്ടോ എന്ന് അവർ തീരുമാനിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് മെയിൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഡേറ്റ അനലൈസ് ചെയ്യുന്നത് നമുക്ക് ഈ ഡേറ്റ പെട്ടെന്ന് കിട്ടത്തില്ല. മേ ബി MCA-കാർക്കും കമ്പ്യൂട്ടർ പഠിച്ച ആൾക്കാർക്കും അറിയാം നമുക്ക് ഡേറ്റ അനാലിസിസ് എന്താണ്, ഡേറ്റ സയൻസ് എന്താണ്. സോ ബേസിക്കലി അത് ഉപയോഗിച്ചിട്ടാണ് ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഒരു കാര്യത്തിലുണ്ട്. പക്ഷേ ഈ ഡേറ്റ നമുക്ക് ഈ നാസ സ്പേസ് ആപ്പിന്റെ സമയത്ത് നമുക്ക് നാസാന്റെ ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടും. ലൈക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടും. സോ അതൊരു വലിയ ബെനിഫിറ്റ് ആണ്. യൂഷ്വലി ഇതിന്റെ അക്സസ് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. സോ ബട്ട് നാസ ഇസ് റിലീസിംഗ് ദിസ് അക്സസ് വെരി ഈസിലി ഫോർ ഓൾ ഓഫ് യു. നാസ സ്പേസ് ആപ്പ് ചാനലിന്റെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞിട്ട് റിസോഴ്സിന്റെ അകത്ത് പോട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. സോ ഈ സ്പേസ് ആപ്പ് ചാലഞ്ച് ഐ മീൻ ഇതിന്റെ രജിസ്ട്രേഷനും പിന്നെ ഇത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നെക്സ്റ്റ് എന്റെ ടീം മെമ്പർ പറയാം. സോ ഞാൻ ബേസിക്കലി ഇപ്പോൾ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. സോ ബേസിക്കലി എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ടെക്നിക്കൽ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനാണ്. പക്ഷെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ ഇത് എല്ലാവരും ടെക്നിക്കലി പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാവുന്ന ആവശ്യമില്ല. ലൈക്ക് നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കാം. സോ ഈ ഇയർ ഉള്ള ചാലഞ്ചസ് ഞാൻ എന്താണ് അവസാനത്ത് പറയാം. പക്ഷെ എനിക്ക് അതിന്റെ സൊല്യൂഷൻസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഡേ സൊല്യൂഷൻ എടുത്തിട്ട് അതിന്റെ എങ്ങനെ ചാലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഈ ലാസ്റ്റ് ഡേ ചാലഞ്ച് എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ടു ദ വെബ്സൈറ്റ് ലൈക്ക് നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് ആൻഡ് ഗ്ലോബൽ വിന്നേഴ്സ്. സോ ബേസിക്കലി നാസ സ്പേസ് ആപ്പ് ചാലഞ്ചിൽ ഓരോ ദിവസം ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് കുറെ ചാലഞ്ചസ് അവിടെ കൊടുക്കുക. സോ ഈ ചാലഞ്ചസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുന്നു. പിന്നെ നാസന്റെ ടീം തന്നെ ജഡ്ജ് ചെയ്ത് നമുക്ക് പ്രൈസസും റിവാർഡ്സും കിട്ടും. സോ അതിൽ ലോകത്തിലുള്ള ഏറ്റവും ടോപ്പ് 10 പീപ്പിൾ അവർ എടുത്തിട്ട് പ്രൈസ് കൊടുക്കാറുണ്ട് എപ്പോഴും. സോ ഒവ്വൊരു കാറ്റഗറി ഉണ്ട്. സോ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ലൈക്ക് ലോക്കൽ ഇമ്പാക്ട്, ഗ്ലോബൽ കണക്ഷൻ, ബെസ്റ്റ് മിഷൻ കോൺസെപ്റ്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്.
സോ ഇതിൽ ടോപ്പ് 10 വിന്നേഴ്സിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സോ ദേ വിൽ ഗെറ്റ് എ ചാൻസ് ടു വിസിറ്റ് ദ നാസാസ് ലാബ് fully funded by like NASA itself. So that's a very good advantage of participating in these leagues. So ഇതിലെ കുറെ ആൾക്കാർക്ക് ഒരു ചെറിയ പേടി ഉണ്ടാവും. ലൈക്ക് ഞാൻ കുറെ സ്റ്റുഡൻസ് കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. സോ ഇങ്ങനെ ഒരു വലിയ ഹാക്കത്തോൺ നമുക്ക് അങ്ങനെ കയറിയിട്ട് ജയിക്കാൻ പറ്റുമെന്നാണ്. സോ എനിക്ക് തോന്നിയത് എല്ലാവർക്കും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുമെന്നാണ്. കാരണം സോ ഇതൊരു നമുക്ക് എപ്പോഴും അറിയാം ഇന്ത്യ പാകിസ്ഥാനിന്റെ ഒരു ക്രിക്കറ്റ് മാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കുന്നതിന്. സോ അതുപോലെ നമ്മൾ ടെക്നിക്കലി ആരാ പ്രൊഫിഷ്യന്റ് എന്ന് വെച്ചിട്ട് നമുക്ക് കുറെ ചാലഞ്ചസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് ഇയറിന്റെ എനിക്ക് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഒരു കാര്യമുണ്ട്, ലൈക് ഗ്ലോബൽ വിന്നർ ഫോർ ബെസ്റ്റ് യൂസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അതായത് ഒരു കഥ പറയുന്നതാണ്. ഇതിൽ പ്രൈസ് ജയിച്ചത് ബംഗ്ലാദേശ് ആൾക്കാരാണ്. സോ പിന്നെ വളരെ ഒരു സുഖമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇയർ ടോപ്പ് 10 ഇന്ത്യ വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും അതിൽ കൂടുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്കൊരു കഥ പറഞ്ഞിട്ട് പോലും ഇതിലെ പ്രൈസ് മേടിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഇത് നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരും ഇതിൽ കയറിയിട്ട് കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരു 10 ചാലഞ്ച് നിങ്ങൾ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. കാരണം ഇതിൽ നിന്ന് നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും, ഒരു പ്രോജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യാനും പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാനാണ്. സോ ബേസിക്കലി ഫസ്റ്റ് ഒരു നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യാനൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം. സോ I'm just gonna take this challenge, like who just won global winner for most inspirational. So ഇവർ ബ്രേസിൽ ഇരുന്നാണ്. സോ ഇവർക്ക് കൊടുക്കപ്പെട്ട ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ യുവർ ചാലഞ്ച് ടു ക്രിയേറ്റ് എ ഗെയിം ആക്ടിവിറ്റി ഓർ സ്റ്റോറി ഫോർ യങ് ലേണേഴ്സ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ മെക്കാനിക്സ് ഓഫ് എക്ലിപ്സസ്. സോ എക്ലിപ്സസ് എല്ലാവർക്കും അറിയാം. ലൈക്ക് സോ ബേസിക്കലി ദ എർത്ത് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ആൻഡ് ദ മൂൺ ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദ എർത്ത്. പക്ഷേ ഇത് റിവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കിളോ അല്ലെങ്കിൽ എലിപ്റ്റിക്കലോ ഓർബിറ്റിലാണ്. പക്ഷേ ഇത് ചിലപ്പം ഒരു സ്ട്രേറ്റ് ലൈനിൽ വന്ന് കഴിയുമ്പോൾ സംടൈംസ് ദ മൂൺ വിൽ ഹൈഡ് ദ സൺ ഓർ ദ എർത്ത് വിൽ ഹൈഡ് ദ മൂൺ. സോ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈനിൽ വരുമ്പോൾ ഒരു ഓബ്ജക്ട് അങ്ങനെ മറച്ചു നിൽക്കും. സോ അതിന്റെ എഫക്റ്റ് ആണ് നമ്മൾ എക്ലിപ്സിൽ കാണുന്നത്. പക്ഷേ ഇത് നമുക്ക് അറിയാം. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഗോ ടു സം യങ് ലേണേഴ്സ് ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് കിട്ടിന് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടല്ലേ. സോ അവർക്ക് ജസ്റ്റ് ഒരു എക്ലിപ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കുറെ ഡിഫറൻസ് കാണാൻ പറ്റും. സോ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇതൊരു തമിഴ് മൂവിയിൽ നിന്ന് എടുക്കുന്നതാണ്. സോ അതില് എന്താവെന്ന് വെച്ചാൽ ഈ എക്ലിപ്സിന്റെ ദിവസം നമുക്ക് റേഡിയേഷൻ കൂടുതൽ വരേണ്ട ഒരു സയൻസ് കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇൻ ദാറ്റ് മൂവി ദേ ഷോ ലൈക്ക് ഈ റേഡിയേഷന്റെ താക്കം കൊണ്ട് ഒരു പ്രഗ്നന്റ് വുമണിന്റെ ചൈൽഡ് അങ്ങനെ മാറിപ്പോവും. ലൈക്ക് ഒരു ജീൻ മുട്ടേഷൻ ആവും. അപ്പോ ദ വൺ ഹൂ ഇസ് giving birth, she will become a monster. Obviously sun will become a monster due to solar eclipse. So നോർമലായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു റേഡിയേഷൻ വരുമ്പോൾ ഒരു ജീൻ മുട്ടേഷൻ ആയി ചിലപ്പം ഒരു മോൺസ്റ്റർ ആകെക്കൂടുന്ന ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്. സോ ഇതുപോലത്തെ കുറെ ഹൈപ്പോത്തിസിസ് എക്ലിപ്സ് വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ വീട്ടിലൊക്കെ പറയാറുണ്ട് എക്ലിപ്സിന്റെ ദിവസം പുറത്ത് പോകരുത്, കാരണം ഈ റേഡിയേഷന്റെ എഫക്ട് ഉണ്ട്. പിന്നെ പ്രഗ്നന്റ് വുമണൊക്കെ അവർ പുറത്ത് വിടാത്തില്ല. സോ ഇതുപോലെ ചില സയൻസിന്റെ മിസ്കോൺസെപ്ഷൻസും ഉണ്ട്, മേ ബി ചില ഫാക്ട്സും ഉണ്ട്. ഇത് കുറെ ആൾക്കാർക്ക് ഏത് ഫാക്ട് ആണ് ഏത് മിസ്കോൺസെപ്ഷൻ അറിയില്ല, ഫേക്ക് ആണെന്ന് അറിയില്ല. സോ ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് പണ്ട് ഉള്ളതുപോലെ ബുക്ക് എഴുതിയിട്ട് കാര്യമില്ല. സോ നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ടോ ക്രിയേറ്റ് ചെയ്താൽ ഇത് കുറച്ചും കൂടി രസം ഉണ്ടാവും. സോ അതിനെ കൊണ്ടാണ് ഇവർ ചാലഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ അവർ ചാലഞ്ച് ടു ജസ്റ്റ് ക്രിയേറ്റ് എ ഗെയിം ഓർ ആക്ടിവിറ്റി വിച്ച് കൻ എക്സ്പ്ലെയിൻ ദ മെക്കാനിക്സ് ഓഫ് എക്ലിപ്സസ് വെരി എഫിഷ്യൻറ്റ്ലി ടു ദ യങ് ലേണേഴ്സ്. സോ അതിനെ വെച്ചിട്ടാണ് ഇവർ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇതിന്റെ സൊല്യൂഷൻ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ഇറ്റ്സ് എ ലാസ്റ്റ് ഇയർ ചാലഞ്ച്, ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. സോ ഇതുപോലെ പല സൊല്യൂഷൻസ് ഈ വെബ്സൈറ്റിലുണ്ട്. സോ ഈവൻ ഇഫ് യു സോൾവ് സംതിങ് ഓഫ് ദിസ് ചാലഞ്ച്, യുവർ പ്രോജക്ട് വിൽ ബി അപ്ലോഡഡ് ഇൻ നാസാസ് വെബ്സൈറ്റ്. സോ ഇറ്റ് വിൽ സ്റ്റേ ഫോർ എവർ ഓവർ ദ. സോ ഞാനിപ്പോ ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കാണിക്കാം. സോ ബേസിക്കലി എല്ലാവരും പവർ പോയിന്റ് യൂസ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് ക്യാൻവ യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവർ ക്യാൻവയിലാണ് ഈ പ്രോജക്ട് ചെയ്തത്. സോ ഇത് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു ഗെയിം പോലെ അവർ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി അവർ ജസ്റ്റ് ഒരു ഡെമോ ചെയ്തതായിട്ട് കാണിക്കാൻ പെട്ടെന്ന്. സോ ക്യാൻവയിൽ അവർ ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് രണ്ടാൾക്കാർ സംസാരിക്കുന്നത് പോലെ. സോ ജസ്റ്റ് എക്ലിപ്സസ് എന്താണ് രണ്ട് കുട്ടികൾ സംസാരിക്കുന്നത്. സോ ടെലസ്കോപ്പ് വെച്ച് കാണുന്നത്. സോ ബേസിക്കലി നമ്മൾ ഒരു ഗെയിം എൻ്റർ ആകുമ്പോൾ നമ്മുടെ അവതാർ ക്രിയേറ്റ് ചെയ്യും, അതുപോലെ അവർ കൊടുക്കുന്നത്. പിന്നെ രണ്ട് അസ്ട്രോണറ്റ്സ് മൂണിന്റെ ഇടയ്ക്ക് പോയി സംസാരിക്കുന്നത്. സോ ഇതിന്റെ വിഷ്വൽ എഫക്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമുക്ക് 2 ദിവസത്തെ ഹാക്കത്തോൺ, പിന്നെ ഇപ്പോഴും കുറച്ച് സമയമുണ്ട്. സോ ഇതുപോലത്തെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. സോ ഇത് നമുക്ക് ഒന്ന് നോക്കുക, ലൈക്ക് ഹൗ ടു സോൾവ് ദിസ്. സോ ഇവർ ജസ്റ്റ് ഏകദേശം ഒരു 64 സ്ലൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറെ ഓഡിയോസും വീഡിയോസും ലിങ്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ അനിമേഷൻ എഫക്ട്സ് ആണ് ഇവിടെ. സോ അവസാനത്തെ ഇത് നമുക്കൊരു യങ് ലേണേഴ്സിന്റെ കൊണ്ട് ചേർക്കുമ്പോൾ അവർ ഇത് നോക്കിയിട്ട് അവർക്ക് ജസ്റ്റ് മനസ്സിലാവേണ്ട രീതിയിൽ ഇവർ സിമ്പിൾ ആയിട്ട് ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സോറി ഫോർ ദാറ്റ് ഡിസ്റ്റർബൻസ്. ലൈക്ക് ഇതാണ് ആ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞത്.
സോ ബേസിക്കലി ഇവർ ക്യാൻവയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ രണ്ടാൾക്കാർ സംസാരിക്കുന്നത് പോലെ അവർ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് 2 കുട്ടികൾ എക്ലിപ്സ് എന്താണ് സംസാരിക്കുന്നത്, പിന്നെ അവർ ലോകത്തിന്റെ പുറത്ത് പോകുന്നു, ലൈക് ദേ ആർ ഗോയിങ് ടു ദ അപ്പോർട്ട് അറ്റ്മോസ്ഫിയർ ആൻഡ് ദേ ആർ ജസ്റ്റ് trying to visualize how it looks like a solar eclipse and lunar eclipse. So that's really great. I mean idina avarku global winner kittittundu. So they secured like among top 10 position. They are from Brazil, and seeing this I got motivated. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് ഒരു പ്രൈസ് മേടിച്ചാലോ, കാരണം ഇവിടെ കുറെ ആൾക്കാർ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് പവർ പോയിന്റും ക്യാൻവ ആണ് നിങ്ങളുടെ ഡേ ടു ഡേ പ്രസന്റേഷൻസിന് വേണ്ടി. സോ ഐ ജസ്റ്റ് വാണ്ട് ടു മെൻഷൻ ദിസ് പ്രോജക്ട് വൺസ്. സോ ഇത് ഒരു നോൺ ടെക്നിക്കൽ സാധനമാണ്. സോ ലെറ്റ്സ് ഗോ ടു സംതിങ് മോർ ടെക്നിക്കൽ. സോ നമുക്ക് ഹാക്കത്തോൺ പറയുമ്പോൾ കുറച്ച് ടെക്നിക്കലും കൂടി ആയിട്ട് നമുക്ക് ചില പ്രോജക്ട് ചെയ്യണ്ടേ. സോ അങ്ങനെ ഒരു ടീം ഞാൻ കാണിച്ചു തരാം. സോ ദേ ആർ ലാസ്റ്റ് ഇയർ വിന്നേഴ്സ് ആൻഡ് ദേ ഗോട്ട് പ്രൈസ് ഫോർ ലൈക് ബെസ്റ്റ് മിഷൻ കോൺസെപ്റ്റ്. സോ അവർ ഒരു പ്ലാനറ്റോറിയം ഓഫീസ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാവും. യുവർ ചാലഞ്ച് ടു ക്രിയേറ്റ് എ ടൂൾ that will not only develop customized itineraries for future travelers who want to visit the main bodies in our solar systems, perhaps Mars, Jupiter and Saturn, but also educate present day users. So ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഈ മാർസും മൂണും പോയി താമസിച്ചാലും പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇതിനെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോജക്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ വാട്ട് ഇഫ് യു ലൈക്ക് മേക്ക് എ VR സ്റ്റിമുലേഷൻ ഓഫ് ദിസ്. നമുക്കൊരു മാർസിൽ നിന്നാൽ അങ്ങനെ എങ്ങനെ ഫീൽ ആവണം നമുക്ക് VR സ്റ്റിമുലേഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൽ ഒരു കോഡിങ് വെച്ചിട്ട് ചെയ്യാം. ഞാൻ ഇവരുടെ പ്രോജക്ട് എന്താ കാണിച്ചു കൊടുക്കാം, then we will get more idea about that. സോ ഇവർ ബേസിക്കലി യൂസ് ചെയ്ത് വെബ് ഡെവലപ്മെന്റ് ആണ്. സോ ഇവർ ഏത് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് താഴെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ടീം വർക്ക് എങ്ങനെ പോയിന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു സ്പേസ് ഒഡീസി പറഞ്ഞിട്ട് അവർ ഗിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ആണ്. സോ ബേസിക്കലി ഇതിനാണ് ജസ്റ്റ് ഒരു എയർക്രാഫ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ട് കുറെ വിർച്വൽ ആയിട്ടുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്പേസിൽ ട്രാവൽ ചെയ്യാൻ പോകണമെങ്കിൽ ഇപ്പോൾ സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഉണ്ടല്ലേ, അതിൽ കുറെ മോഡൽസ് ഉണ്ടല്ലേ. സോ ഇത് നമുക്ക് ജസ്റ്റ് അവർ സെലക്ട് ഒരു ഗെയിം പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഒരു പ്ലാൻ ട്രിപ്പിന് ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അവർ ഒരു എന്ത് പറയാം, നമുക്ക് ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യില്ല ഏത് സ്ഥലങ്ങളാണ് പോകാൻ പോകുന്നത്, ഇവിടെ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ സ്പേസിൽ ഒരു ട്രിപ്പ് പോയാൽ നമ്മൾ മാർസ് പോകുന്നുണ്ട്, മൂന്ന് പോയിട്ട് ഏത് സ്ഥലങ്ങൾ പോകുന്നുണ്ട്. ഇതുപോലെ അവർ ജസ്റ്റ് ഒരു പ്ലാനിങ് വെബ്സൈറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ദേ ആർ ജസ്റ്റ് ട്രൈങ് ടു സ്റ്റിമുലേറ്റ് ഹൗ ദർ വിൽ ബി എ ടൂർ ഇൻ എ സ്പേസ്, ലൈക്ക് നമുക്ക് ഏതൊക്കെ സ്പേസിൽ കാണാൻ പറ്റും. സോ ഐ വിൽ ജസ്റ്റ് ഗോ ത്രൂ സിംപ്ലി വാട്ട് ഈസ് ദിസ്. സോ ചൂസ് യുവർ ഡെസ്റ്റിനേഷൻ. അവർ ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെർക്കുറിന് പോകണം, യൂറോപ്പിന് പോകണം, അതിന്റെ വില അവരെ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് $14,000 അങ്ങനെയൊക്കെ. ജസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡിസ്ക്രിപ്ഷൻ, ലൈക്ക് ഒരു ട്രിപ്പ് അഡ്വൈസറിന്റെ വെബ്സൈറ്റ് പോലെ ഒരു സ്പേസിന് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ദേ യൂസ്ഡ് HTML5 and CSS ഫോർ ദിസ്. സോ MCAക്കും കമ്പ്യൂട്ടർ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം ലൈക്ക് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഇന്ന് അനിമേഷൻസ് ഒക്കെ. സോ ഇവരിന് ഗ്ലോബൽ വിന്നർ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് ഇയർ. സോ ദേ ഹാഡ് എ ചാൻസ് ടു വിസിറ്റ് ദ നാസാസ് ലാബ്. And this is pretty much simple. And മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ അറിയാം, ലൈക്ക് മോസ്റ്റ്ലി ഫ്രം MCA ബാക്ക്ഗ്രൗണ്ട് ആൻഡ് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കേണ്ട വെബ്സൈറ്റിന്റെ എഫക്ട് എന്താണ് നമ്മൾ നോക്കേണ്ടത്. സോ ബേസിക്കലി ഇതുപോലെ കുറെ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പക്ഷെ ഇവർക്ക് എന്തിനാ പ്രൈസ് കിട്ടിയെന്ന് നമ്മൾ നോക്കണ്ടേ. സോ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവർ കുറെ കാര്യങ്ങൾ ഇവിടെ ആഡപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് സ്പേസിൽ സ്കാറ്റിംഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഗ്രാവിറ്റിനെ വിട്ടിട്ട്, ഇല്ല അവിടെ പോയിട്ട് ഒരു ഒബ്സർവേഷൻ സിസ്റ്റം കണ്ടാലോ, ഇല്ല സ്പേസിലകത്ത് പോയിട്ട് അവിടെ ഒരു റോവറിലൊക്കെ ഇറങ്ങി തിരിഞ്ഞാലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാഗമോൺ പോകുന്നു, ഒരു ട്രിപ്പ് പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് മിയോഡോസ് കാണാൻ പോകുന്നു, ഇല്ല അവിടെ ബോട്ടിംഗ് ചെയ്യാൻ പോകുന്നു. സോ ഇപ്പോൾ ബോട്ടിങ്ങിന് എക്സ്ട്രാ ചാർജ് ഉണ്ടോ. സോ ഇങ്ങനെ ഒരു പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗവി കാണാൻ പോയാൽ നമുക്ക് ജസ്റ്റ് ഒരു എക്കോ ടൂറിസം ഓഫീസ് പോയിട്ട് നമുക്ക് ജസ്റ്റ് ഫോറസ്റ്റ് റൈഡ് പോവാനോ ഒരു ട്രെക്കിംഗ് പോവാനോ. സോ ഇതുപോലത്തെ കുറെ ഓപ്ഷൻസ് നമുക്ക് സ്പേസിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അവർ ജസ്റ്റ് ഒരു ഇമാജിനേഷനിൽ അവർ ചെയ്തതാണ്, പക്ഷെ അവർ ശരിക്കും അവരുടെ ഇമാജിനേഷൻ കൊള്ളാം, ലൈക്ക് ഇറ്റ്സ് ടു നെക്സ്റ്റ് ലെവൽ. സോ ഇങ്ങനെ അവർ കുറെ കൊടുത്തിട്ടുണ്ട്. സോ HTML CSS പഠിച്ച ആൾക്കാർക്ക് ഇത് വളരെ എളുപ്പമായിട്ട് തോന്നും. സോ ഇത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണെന്ന് പറയുന്നത്. സോ മേ ബി ഇതിൽ അവർ ജസ്റ്റ് ഒരു പേയ്മെന്റ് പോർട്ടൽ പോലെ, ലൈക്ക് ശരിക്കും പേയ്മെന്റ് പോർട്ടൽ അല്ല, ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ജേർണി എപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്, നമുക്കിത് എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ അവർ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രോജക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, ലൈക്ക് കാരണം കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഇവർ കുറെ കോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ UX ഡിസൈൻ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
സോ ഇത് ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. സോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തിന്റെ ചാലഞ്ചസ് ആണ്. ഞാനിപ്പോ ഈ വർഷത്തിന്റെ ചാലഞ്ചസ് എന്താണെന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, സോ ഈ വർഷം അവർ എടുത്തിരിക്ക കോൺസെപ്റ്റ് എക്സോ പ്ലാനറ്റ്സ് ആണ്. സോ എക്സോ പ്ലാനറ്റ്സ് നിങ്ങൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. എർത്തിനെ പോലെ കുറെ പ്ലാനറ്റ്സ് ഉണ്ട്. ലൈക്ക് സോളാർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് മാർസ് ഉണ്ട്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. പ്ലൂട്ടോ പ്ലാനറ്റിലാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ബാക്കി മെർക്കുറി, വീനസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ സോളാർ സിസ്റ്റം പോലെ കുറെ സിസ്റ്റംസ് ഇവിടെ ഉണ്ട്, കുറെ പ്ലാനറ്റ്സ് ഉണ്ട്. പിന്നെ മിൽക്കി വേ ഗാലക്സി ഉണ്ട്, തൊട്ടടുത്ത് ആൻഡ്രോമേഡ ഗാലക്സി ഉണ്ട്. സോ ഇങ്ങനെ പോലെ കുറെ ഗാലക്സീസും ഉണ്ട്. ഈ ഗാലക്സീസിന്റെ അകത്ത് മേ ബി ഡിഫറെന്റ് സോളാർ സിസ്റ്റംസ് ഉണ്ടാവും. പിന്നെ അതിൽ എക്സോ പ്ലാനറ്റ്സ് ഉണ്ടാവും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് പറയാന്ന് വെച്ചാൽ, ഈ നാസ എന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ ടെലസ്കോപ്സ് ഉണ്ടാവും, ഇല്ല അവർ സാറ്റലൈറ്റ് സിഗ്നൽസ് ഉണ്ടാവും. സോ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് ടെലസ്കോപ്പ് ആണ്, പക്ഷെ അത് ഇവിടെ അല്ല, ഇറ്റ്സ് ഔട്ട് ഓൺ ദി സ്പേസ്. സോ അവിടെ ഉള്ള ഒരു ടെലസ്കോപ്പ് ഇതിൽ കുറെ ഇമേജസ് എടുക്കും. ഈ ഇമേജ് അനലൈസ് ചെയ്തിട്ടാണ് ഇവർ കണ്ടുവരുന്നത് ഇങ്ങനെ എക്സോ പ്ലാനറ്റ്സ് ഉണ്ടെന്ന്. സോ ഇതിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയത് ലൈക്ക് 5500 എക്സോ പ്ലാനറ്റ്സ് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഡേറ്റ ഒക്കെ നാസ എടുത്തുണ്ട്. പക്ഷെ ഇതിൽ എത്ര പ്ലാനറ്റ്സിൽ നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റും അറിയില്ല. സോ ബേസിക്കലി നമുക്ക് താമസിക്കാൻ വേണ്ടി ബേസിക് ആയിട്ട് കൊണ്ട് വേണ്ടിയത് ഓക്സിജൻ ആണ്, പിന്നെ സൺലൈറ്റ് ആണ്, പിന്നെ ഫുഡ് ആണ്, വാട്ടർ വേണം. സോ പിന്നെ ഒരു നല്ല ഒരു വെജിറ്റേഷൻ വേണം, ലൈക്ക് നമുക്ക് പ്ലാന്റ്സും എല്ലാം ഗ്രോ ചെയ്യാൻ. സോ ഇപ്പോൾ മാർസിന്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർസിലെ പോയി നോക്കിയപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര ദൂരം നമുക്ക് അവിടെ ഫാമിംഗ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. കാരണം എർത്തിലുള്ള ബ്ലാക്ക് സോയിൽ പോലെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ മാർസിലെ കിട്ടുമെന്ന് അറിയില്ല. സോ അതിനും കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പൊ അവര് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് സോയിൽ എടുത്തിട്ട് അവിടെ ടെറാ ഫാമിംഗ് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു ഫാമിംഗ് ചെയ്തോളൂ, വെജിറ്റബിൾസ് ഉണ്ടാക്കിയാലോ. കാരണം ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ് ഫോർ പേഴ്സൺ ടു ലിവ് ആൻഡ് ഗെറ്റ് ഡേ ടു ഡേ എനർജി. സോ അപ്പൊ അതിനു വേണ്ടി ഒരു ടെറാ ഫാമിംഗ് ചെയ്ത് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. സോ പിന്നെ നമുക്ക് മൂണിൽ പോയാൽ നമുക്ക് അവിടെ ഗ്രാവിറ്റി ഉണ്ടാവത്തില്ല. മേ ബി നിങ്ങൾ മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. ബേസിക്കലി ദേ വിയർ എ സൂട്ട് ഇൻസൈഡ് ദ സ്പേസ് ടു ലാൻഡ് അപ്പ് ഇൻ ദ ഗ്രൗണ്ട്. സോ ഗ്രാവിറ്റിയെ ഡിഫൈ ചെയ്യാൻ വേണ്ടി അവർ ജസ്റ്റ് ഒരു സ്പേസ് സൂട്ട് ഇട്ടാണ് അകത്ത് പോകുന്നത്. സോ ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഈവൻ ഫോർ ലിവിങ് ഇൻ മാർസ് ഓർ ഇൻ മൂൺ. സോ അതുപോലെ കുറെ പ്ലാനറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ എന്താ ചോദ്യം വെച്ചാൽ, എർത്തിനെ പോലെ ഒരു പ്ലാനറ്റ് ഉണ്ടായാലോ? ഫോർ എക്സാമ്പിൾ ഒരു ഓപ്റ്റിമം ഗ്രാവിറ്റിയിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും, പിന്നെ ഓപ്റ്റിമം വാട്ടർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. ഇതുപോലെ ഒരു പ്ലാനറ്റ് ഉണ്ടായാലും നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട്. സോ അതിനെ പോലെ ചില പ്ലാനറ്റ്സ് ഉണ്ട്, പക്ഷെ അതിന്റെ ഡിസ്റ്റൻസ് വളരെ ദൂരത്തിലുണ്ട്. ലൈക്ക് സോ നമുക്ക് ലൈറ്റ് ഇയേഴ്സ് പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ലൈറ്റ് ഇൻ 1 year. സോ ലൈറ്റ് ഒരു സെക്കൻഡ് തന്നെ 3 lakh kilometer ട്രാവൽ ചെയ്യേണ്ട കപ്പാസിറ്റി ഉള്ളതാണ്. സോ അതിന് 1 year ട്രാവൽ ചെയ്ത് വെച്ചാൽ എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മൾ 1 light year എന്ന് പറയുന്നത്. പക്ഷെ ഇതുപോലെ എർത്തിനെ പോലുള്ള ഒരു പ്ലാനറ്റ് കുറെ ദൂരത്തുണ്ട്, ലൈക്ക് സെവറൽ 1000 light yearsന്റെ അപ്പാർട്ടാണ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റിന്റെ സ്പീഡിൽ പോകേണ്ട ഒരു റാക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയാൽ ആ പ്ലാനറ്റ് നമുക്ക് എത്താൻ പറ്റും, ഈവൻ അറ്റ്ലീസ്റ്റ് ബൈ ട്രാവലിംഗ് ലൈക്ക് 10 to 20 years. ഇതാണ് നമ്മൾ സ്റ്റീഫൻ ഹാക്കിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവരുടെ ഒരു ഹൈപ്പോത്തിസിസ് ആണ്. സോ മേ ബി സ്റ്റീഫൻ ഹാക്കിംഗ് അറിയാതെ ആൾക്കാരോട് ഗൂഗിൾ ചെയ്യുക, ലൈക്ക് ഈസ് എ റിയലി ഗുഡ് ആസ്ട്രോഫിസിസ്റ്റ്. സോ ബേസിക്കലി ഇവർ ഡിസ്കവറി ചാനൽ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എ മാൻ ഇൻ എ ഡിസേബിൾഡ് ചെയർ, ബട്ട് ഈസ് റിയലി ജീനിയസ്. സോ അവര് പറയേണ്ട ഒരു ഹൈപ്പോത്തിസിസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇത്ര ദൂരമുള്ള ലൈറ്റ് ഇയേഴ്സ് ഉള്ള പ്ലാനറ്റ് നമുക്ക് എത്താൻ പറ്റും. അവിടെ എർത്തിനെ പോലെ കുറെ സംഭവങ്ങളുണ്ട്, ലൈക്ക് വാട്ടർ ഉണ്ട്, വെജിറ്റേഷൻ ഉണ്ട്, നമുക്ക് എർത്തിനെ പോലെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒരു ഹൈപ്പോത്തിസിസ് ആണ്, പക്ഷേ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. സോ ഇതിന്റെ റിസർച്ച് നാസ കുറെ ചെയ്യുന്നുണ്ട്. സോ ഇതിനെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു 21 challenges ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ ക്രിയേറ്റ് യുവർ ഓൺ ചാലഞ്ച് ഉണ്ട്. സോ ക്രിയേറ്റ് യുവർ ഓൺ ചാലഞ്ച് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമുക്ക് ചാലഞ്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. സോ യൂഷ്വലി ഈ ചാലഞ്ച് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ, ഹാക്കത്തോണിന്റെ ലൈക്ക് ഇൻ പേഴ്സൺ ഈവെന്റിൽ നമുക്ക് കുറെ കൾച്ചറൽ ഈവെന്റ്സോ, ചിലർക്ക് പാട്ട് പാടാറുണ്ട്, മേ ബി സ്പേസ് വെച്ചിട്ട് ഒരു പാട്ട് പാടാം, ഡ്രാമ ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ പക്ഷെ ഇത് ഗ്ലോബൽ ജഡ്ജിങ്ങിൽ വരത്തില്ല, പക്ഷെ നമുക്ക് ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടും. സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ലൈക്ക് ക്രിയേറ്റ് ഓൺ ചാലഞ്ചിൽ, ലൈക്ക് ഏതർ ഇറ്റ്സ് റിലേറ്റഡ് ടു എക്സോ പ്ലാനറ്റ്സ് ഓർ നോട്ട്, ജസ്റ്റ് അവിടെ വന്ന് എന്ത് പെർഫോമൻസ് വേണമെങ്കിലും ചെയ്യാം. സോ അതിനു വേണ്ടിയാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഒരു 20 challenges ഉണ്ട്. ഞാൻ ലാസ്റ്റ് ഇയർ കാണിച്ചതുപോലെ ഇതിൽ കുറെ challenges ഉണ്ട്. സോ ഈ challenges ഒന്ന് നോക്കുക. സോ ഐ ക്യാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ലൈക്ക് 1 or 2 ഓഫ് ദാറ്റ്. സോ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണിച്ചായിരുന്നു ലൈക്ക് അസ്ട്രോജെനിസിസ് പറഞ്ഞിട്ട്. സോ ബേസിക്കലി ദേ മേഡ് എ സ്പേസ് ടൂർ. ഒരു സ്പേസിന്റെ അകത്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ നമുക്ക് റോവർ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുമോ, ലൈക്ക് മാർസും നെപ്റ്റ്യൂണും കണ്ടിട്ട് വരാം. സോ ഇങ്ങനെ സ്പേസ് ടൂറിസം വെച്ചിട്ട് അവർ ഒരു
ചാലഞ്ച് എടുത്തായിരുന്നു, ലൈക്ക് ഒരു ഇമാജിനേഷൻ ഡിഫൈൻ ചെയ്തായിരുന്നു. സോ അതുപോലെ ഇവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു ചാലഞ്ച് ക്രോണിക്കിൾസ് ഓഫ് എക്സോ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ. സോ ഇതിൽ നമുക്ക് ഇതിൽ വായിച്ചാൽ മനസ്സിലാക്കും യുവർ ചാലഞ്ചസ് ടു ഡെവലപ്പ് എൻഗേജിംഗ് അക്സസബിൾ ലേണിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ലെവറേജ് ക്രിയേറ്റിവിറ്റി ടു എൻലൈറ്റൻ സ്റ്റുഡൻസ് അബൌട്ട് ദ വണ്ടേഴ്സ് ഓഫ് എക്സോ പ്ലാനറ്റ്സ്. സോ ഈ എക്സോ പ്ലാനറ്റ്സിന്റെ ഡേറ്റ ഒക്കെ നാസ എടുത്തുണ്ട്. സോ ഒരു എക്സോ പ്ലാനറ്റ് എങ്ങനെ ഉണ്ടാവും, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഈ എക്സോ പ്ലാനറ്റ് തൊട്ടടുത്ത് നമ്മൾ പോയി കാണുമ്പോൾ ഇത് എങ്ങനെ ഫീൽ ഉണ്ടാവും വെച്ചിട്ട് നമുക്ക് ഒരു VR-ന്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പോയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഇമാജിനേഷനിൽ പറയാം, നമുക്ക് എർത്തിൽ ആദ്യം നമ്മൾ ജനിച്ചപ്പോഴൊക്കെ നമ്മൾ ഡൈനോസർ കണ്ടിട്ടുള്ള, പക്ഷെ ഡൈനോസറിനൊരു സാധനം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം. സോ ഇതുപോലത്തെ നമുക്ക് ജസ്റ്റ് ഒരു എക്സോ പ്ലാനറ്റ് നമ്മൾ പോകുന്നുണ്ട്, ജസ്റ്റ് അവരെ ലാൻഡപ്പ് ആവുന്നത്, അപ്പോൾ നമുക്ക് ഒരു ഡൈനോസർ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും, ജസ്റ്റ് ഒരു VR ഹെഡ്സെറ്റിൽ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു HTML വെച്ചിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാം. മേ ബി ഡൈനോസർ ഉള്ളത് നമ്മൾ ഈ ബെൻടെനിൽ കാണുന്ന പോലെ കുറെ സാധനങ്ങളുണ്ട്, ലൈക്ക് ഒരു അനിമേഷൻസും 4 ആംസ് എന്ന് പറഞ്ഞിട്ട് 4 കൈയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നാൽ എങ്ങനെ ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു സ്പേസ് ടൂർ പോലെ എക്സോ പ്ലാനറ്റ് ടൂർ ആണ് ഇവർ ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ജസ്റ്റ് ഇതിന്റെ ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലൈക്ക് ബിഗിനേഴ്സ് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് വേണ്ടിയാണോ, അഡ്വാൻസ്ഡ് വേണ്ടിയാണോ. സോ ഈ ചാലഞ്ച് കൊണ്ട് പേഴ്സണലായിട്ട് ലൈക്ക് നോൺ ടെക്നിക്കൽ പേഴ്സൺസ് നോക്കാൻ കൂടിയതാണ്. സോ ഇതുപോലെ കുറെ ചാലഞ്ചസ് ഉണ്ട്. സോ ഈ വർഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ബേസിക്കലി നാസ എന്ന് പറയുന്നത് സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ബേസിക്കലി ഇവർ കൊടുക്കേണ്ട ചാലഞ്ചസ് മോസ്റ്റ്ലി സ്പേസ് ബേസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ വർഷം അവർ ചേഞ്ച് ചെയ്തത് SDG ഗോൾസും വെച്ചിട്ടാണ്. സോ SDG ഗോൾസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. യുണൈറ്റഡ് നേഷൻസ് അവർ ഡിക്ലെയർ ചെയ്ത ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. സോ ഹൗ ടു കൺസേർവ് എനർജി, കൺസേർവ് വാട്ടർ, ഇങ്ങനെ ഗ്ലോബലി ഇവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അവർ ഡിഫൈൻ ചെയ്ത ഗോൾസ് ആണ്. സോ അതിനെ വെച്ചിട്ടും ഇവർ 2-3 ചാലഞ്ചസ് ഇവരെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, നമുക്ക് വി ക്യാൻ സോൾവ് ഇറ്റ് ഓവർ ദ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സാ ലാബിലുണ്ട്, യു ക്യാൻ അപ്രോച്ച് മീ ഇൻ ദീസ് 2 or 3 days. ഞാൻ വെന്യൂവിലും ഉണ്ട്. സോ ഫ്രം മൈ എൻഡ് ഐ എം എക്സ്പെക്ടിങ് എ മാക്സിമം പാർട്ടിസിപ്പേഷൻ അറ്റ് ദ വെന്യൂ. കാരണം നമ്മളെപ്പോലെ സിമിലർ മൈൻഡ്സ് ഉള്ള കുറെ ആൾക്കാർ നമ്മൾ അവിടെ പരിചയപ്പെടും. സോ എന്റെ ഒരു ചെറിയ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് എന്റെ ആദ്യത്തെ ജോബ് ഞാൻ ലാൻഡപ്പ് ആയത് ഇതുപോലെ കുറെ ഹാക്കത്താൻ പോയിട്ട് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടതാണ്. അവിടെ പരിചയമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്താണ് എന്റെ ഫസ്റ്റ് ജോബിൽ ലാൻഡ് ചെയ്തത്, ലൈക്ക് ആഫ്റ്റർ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ. സോ നിങ്ങൾക്കും അങ്ങനെ ഒരു കുറെ ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. ലൈക്ക് കാരണം ഈ നാസ സ്പേസ് ആപ്സിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. അപ്പോൾ പലതരപ്പെട്ട ആൾക്കാരും വരും. മേ ബി ടോപ്പ് ഡേറ്റ സയന്റിസ്റ്റ് ഇൻ ദ വേൾഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഹിയർ, ടു എ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കിഡ് വിൽ പാർട്ടിസിപ്പേറ്റ് ഹിയർ. സോ നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും, അങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടാം. സോ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലെ കുറെ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരെ പരിചയപ്പെട്ട് കുറെ പഠിക്കാം അവരുടെ അടുത്തുണ്ട്. സോ നമ്മൾ കുറെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഐ എം എക്സ്പെക്ടിങ് യു all at the venue of October 5 and 6, and I wish you all the best for solving all the challenges. So more of the details like registration പറ്റി മറ്റു കാര്യങ്ങളും എന്റെ മറ്റു ടീം മെമ്പേഴ്സ് പറയും ഇപ്പോൾ. So I'm happy to address you all in this occasion. So all the best for your challenges. സോ എല്ലാവർക്കും നമ്മുടെ നാസ സ്പേസ് ഹാക്കത്തോൺ എന്താണ്, അതുപോലെ എന്തൊക്കെ മറ്റു കാര്യങ്ങളും, അതുപോലെ ലാസ്റ്റ് ഇയർ ചാലഞ്ചസും, അതുപോലെ ഈ വർഷത്തെ നമ്മുടെ ചാലഞ്ചസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കുറച്ചൊക്കെ ഏകദേശം എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു തോമസ് ഫോർ ടേക്കിംഗ് ദിസ് സെക്ഷൻ. സാർ സീനിയർ റോബോട്ടിക്സ് എഞ്ചിനീയർ ഓഫ് യൂണിറ്റ് റോബോട്ടിക്സ്. സാർ നമുക്ക് നമ്മുടെ കൊമ്മൽച്ചോതി കോളേജിൽ നമ്മുടെ റോബോട്ടിക്സ് സെക്ഷനിൽ സാർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. ഏത് രീതിയിലുള്ള ഈ സെക്ഷനെ കുറിച്ച് ഏത് ഡൗട്ട്സ് ഉണ്ടായാലും, എന്ത് കാര്യങ്ങളുണ്ടായാലും എവരിവൺ ക്യാൻ അപ്രോച്ച് നമ്മുടെ കോളേജ് ടൈമുകളായാലും മറ്റു ടൈമുകളായാലും സാർ അവൈലബിൾ ചെയ്യാം. സോ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, നമ്മുടെ നാസ സ്പേസ് ഹാക്കത്തോണിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അമൽജ്യോതി നമ്മുടെ ലോക്കൽ ഇവന്റ് ആയിട്ട് കേരളത്തിൽ 3-4 കോളേജുകളുണ്ട്. സോ നമ്മുടെ അമൽജ്യോതി എങ്ങനെ നമുക്ക് ഈ ഒരു ഹാക്കത്തോൺ എങ്ങനെ നമുക്ക് പങ്കെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്.
ഇൻ കേസ് കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യം ടീം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ലോക്കൽ ഇവന്റ് സെലക്ട് ചെയ്യുക. ലോക്കൽ ഇവന്റ് സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻ പേഴ്സൺ ആണോ വെർച്വൽ ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. കൺഫേം രജിസ്ട്രേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടീം സെലക്ഷൻ ടീംസിന്റെ ടാബ് ആയിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ടീംസിനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ടീം ഇപ്പം ഓപ്പൺ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ടീമിലോട്ട് ജോയിൻ ചെയ്യാം. എക്സിസ്റ്റിംഗ് ടീം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ടീമിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീം നെയിംസ്, ഏത് ചാലഞ്ചാണ് ചൂസ് ചെയ്ത്, നിങ്ങളുടെ ടീമിന്റെ ഫോട്ടോ, ഏതൊക്കെ ഡിസൈഡ് സ്കിൽ സെറ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ടീമില്, അതുപോലെ തന്നെ ഏത് ലാംഗ്വേജാണ് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിപ്പം മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഒരു ടീമിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ കോൺടാക്ട് ഇൻഫോ, ഇൻ കേസ് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് വേറെ കോളേജസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവർ നിന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം ഇൻഫോയും കൂടെ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ടീം ഓപ്ഷൻ കൊടുക്കുക. വൺസ് ടീം ക്രിയേറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് നിങ്ങളുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം സെർച്ച് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിനെ ചൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് ജോയിൻ ടീം ഓപ്ഷൻ കൊടുത്താൽ മതി. അതിനകത്ത് ടീം മെമ്പേഴ്സിന് ഇതിനെ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മെമ്പേഴ്സായിട്ട് ജോയിൻ ആയി കിടക്കുന്നതായിരിക്കും. ഇത്രയും ബേസിക്കലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി ഇവന്റിൽ രജിസ്റ്റേർഡ് ആയി കിടക്കും. രജിസ്ട്രേഷൻ ഞങ്ങൾ ഒക്ടോബർ 3 വരെ ഓപ്പൺ ആക്കി വെക്കുന്നതായിരിക്കും. ഇൻ കേസ് രജിസ്ട്രേഷൻ ലിമിറ്റ് റീച്ച് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ രജിസ്ട്രേഷൻ ലിമിറ്റ് ഓഫ് അപ് ടു 2000 പാർട്ടിസിപ്പൻസിനാണ് വെച്ചിരിക്കുന്നത്. അത് റീച്ച് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഓൾറെഡി 1700 സംതിങ് പാർട്ടിസിപ്പൻസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും. അപ്പം ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത്രയൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് തന്നെ ഇടാം. അല്ലെങ്കിൽ നമ്പർ ഓൾറെഡി പ്രൊവൈഡ് ആയിരിക്കും. ബ്രോഷേഴ്സ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ള അതിനകത്തുള്ള നമ്പേഴ്സ് ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതല്ല മെയിൽ ഉണ്ടെങ്കിൽ AJC എന്ന് പറഞ്ഞൊരു മെയിലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മെയിലോ എന്തെങ്കിലും കൊടുക്കാവുന്നതായിരിക്കും. ഇനി ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അത് നാസ സ്പേസ് ആപ്സ് AJC എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് തന്നെ ചോദിച്ചാൽ മതി. സോ ഇതൊക്കെയാണ് ബേസിക്കലി ബൂട്ട് ക്യാമ്പിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും എല്ലാമായിരിക്കും. So hope you all now understand how to register for NASA Space Hackathon. എന്താണ് ഈ ഹാക്കത്തോൺ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ 5-6 തീയതികൾ ഒക്ടോബർ 5 and 6 സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നടക്കുന്നത്. നമുക്ക് നാളെ വരെ 3 ഒക്ടോബർ വരെയാണ് രജിസ്ട്രേഷൻ ടൈം ഉള്ളത്. സോ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. വൺ ചാൻസ് ആണ് ഇത്. ഇപ്പം സാർ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് നമ്മൾ ഈ ഒരു ടീമായിരിക്കും. സോ ആ ലെവലിൽ പോയി ഇന്ത്യ പ്രതിനിധീകരിച്ച് ഒരു പ്രൈസ് അടിച്ചു നമുക്ക് നാഷണൽ സ്പേസ് ആപ്സിന്റെ നാഷണൽ ലാബും മറ്റു കാര്യങ്ങളും വിസിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ റെസ്യൂമേലായാലും മറ്റു കാര്യങ്ങൾക്കായാലും നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെക്കാനും അതുപോലെ ഏത് രീതിയിലായിക്കോട്ടെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മറ്റു കാര്യങ്ങൾ ഓർഡർ ചെയ്യാനും. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്. താങ്ക് യു once again, Thomas and Lisa and everyone. നമുക്കിനി 5 and 6 ഒക്ടോബറിൽ കാണാം. ഓക്കെ, താങ്ക് യു.